സ്നേഹ മൃതദേഹം എടുത്തിരിക്കുന്നു. തൊട്ട് നേരത്തെ ശ്യാമ സംസ്കാര ചടങ്ങ് നടക്കുന്ന സ്ഥലത്തെക്കുറിച്ച് നമ്മളോട് പറഞ്ഞിരുന്നു. ഇപ്പോഴും ആളുകൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ടോ, അതോ നേരിട്ട് ഇനി ചടങ്ങുകളിലേക്ക് കടക്കുകയാണോ? ദിവിഷ്, ഇപ്പോഴും ആളുകൾ എത്തുന്നുണ്ട്. പക്ഷേ നേരത്തെ നിശ്ചയിച്ചിരുന്നത് 11 മണിയായിരുന്നു. പക്ഷേ ഇപ്പോൾ 12 മണി കഴിഞ്ഞപ്പോഴാണ് മൃതദേഹം ഈ സംസ്കാര ചടങ്ങിലേക്ക് കടക്കുന്നത്. നേരത്തെ വീടിന് മുകളിൽ തന്നെ ഒരു ഭാഗത്തായിരുന്നു പൊതുദർശനം നടത്തിയിരുന്നത്. അതിനുശേഷം ഇപ്പോഴാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടത്താൻ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോഴും ആളുകളുടെ ഒരു വലിയ ഒഴുക്കാണ് ഇങ്ങോട്ടേക്ക്. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ മതപരമായ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം വീടിൻ്റെ പിൻഭാഗത്തായിരിക്കും മൃതദേഹം സംസ്കരിക്കാനുള്ള ഈ നടപടികൾ ഒക്കെ തന്നെയും ചെയ്യുക. ഏതായാലും വളരെ വേദന നിറഞ്ഞ ഒരു അവസ്ഥയിലൂടെയാണ് ഈ നാട്ടുകാരും അതുപോലെ തന്നെ ഇവരുടെ ഈ ബിന്ദുവിൻ്റെ കുടുംബത്തിലുള്ള ഓരോ ആളുകളും കടന്നു പോകുന്നത്. അനാസ്ഥയുടെ ഒരു ഇര അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു തെറ്റും ചെയ്യാത്ത നിർധനരായ സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരു വീട്ടമ്മ. ഈ വീടിൻ്റെ അവസ്ഥയൊക്കെ തന്നെ നേരത്തെ പറഞ്ഞതാണ്. ഈ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വീടാണ്, ആദ്യ പണിത വീടാണ്. ഇനിയും ജോലികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. പക്ഷേ ഈ മക്കളുടെ പഠനം അത് തന്നെയായിരുന്നു ഈ ബിന്ദുവിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. മക്കളെ ഒരു നിലയിൽ എത്തിക്കുക എന്ന് തന്നെയായിരുന്നു. ബിന്ദുവിൻ്റെ ബന്ധുക്കളുടെ പ്രതികരണത്തിൽ നിന്നുമൊക്കെ നമുക്ക് അത് തന്നെയാണ് മനസ്സിലാവുന്നത്. അതിനുവേണ്ടി തന്നെ ബിന്ദു കഠിന പ്രയത്നം ചെയ്തിരുന്നു. 9 മണിയോടുകൂടി തന്നെ വസ്ത്രവ്യാപാരശാലയിൽ ജോലിക്കായി പോയിരുന്നു. പോകുമ്പോൾ ചിലപ്പോൾ ഈ ഓട്ടോയിൽ കയറിപ്പോവും. പക്ഷെ തിരിച്ചു വരുമ്പോൾ നടന്നിട്ടാണ് വരിക. കാരണം അത്രയും പൈസ കൂടി ലാഭിച്ചാൽ മക്കൾക്ക് വേണ്ടി ബാക്കി തുക മാറ്റി വെക്കാമല്ലോ എന്ന് കരുതി അങ്ങനെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അമ്മയുടെ വാക്കുകൾ നമുക്ക് വ്യക്തമാണ്. കമ്പ്യൂട്ടറായിരുന്നു എന്നാണ് പറഞ്ഞത്. ഈ കുടുംബത്തിൻ്റെ സർവ്വവും നിയന്ത്രിച്ചിരുന്ന ഒരാളായിരുന്നു. ഈ കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു. വലിയ ഒരു നെടുന്തൂണായിരുന്നു. അല്പസമയം മാത്രമേ ഉള്ളൂ ഇനി മൃതദേഹം സംസ്കരിക്കാനായിട്ട്. ബിന്ദുവിൻ്റെ പ്രിയപ്പെട്ടവരോടൊക്കെ വിട പറയുകയാണ്. ഈ ലോകത്ത് നിന്നും വിട പറയുകയാണ്. മകളുടെ ശസ്ത്രക്രിയയ്ക്കായി പോയതായിരുന്നു. ഏകദേശം 3 ആഴ്ചയോളം ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ മകളുടെ ശസ്ത്രക്രിയ നടക്കേണ്ടതായിരുന്നു. മകൾ ഭേദപ്പെട്ട് ഈ വീട്ടിലേക്ക് തിരിച്ചു വരും. തുടർന്നുള്ള മകളുടെ പഠനം, മകൾ ഒരു നേഴ്സാകുന്നതും കാത്തായിരുന്നു ആ വീട്ടമ്മ ഇരുന്നിരുന്നത്. മാത്രമല്ല, ആദ്യത്തെ ശമ്പളം അമ്മയ്ക്ക് കൊടുക്കാനെത്തിയ മകൻ കണ്ടത് അമ്മയുടെ ചേതനയേറ്റ ശരീരമായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ തന്നെയും ഈ കണ്ടു നിൽക്കുന്ന നമ്മളെയൊക്കെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഈ ബിന്ദുവിനെ അറിയാവുന്നവർ മാത്രമല്ല, ഈ ബിന്ദുവിൻ്റെ ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ നാട്ടുകാർ പറയുന്നത് അത്രമാത്രം സ്നേഹമുള്ള ഒരാളായിരുന്നു. എല്ലാവരോടും വിളിച്ച് മിണ്ടിയിട്ടേ പോകുമായിരുന്നു എന്നുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ കേട്ട് നിൽക്കുമ്പോൾ നമ്മുടെയും കണ്ണ് നിറയുകയാണ്. ഏതായാലും ഈ ഒരു ദുരവസ്ഥ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് ഈ ഘട്ടത്തിൽ പറയുവാനുള്ളത്. ഏകദേശം 2 മണിക്കൂറോളം ഈ രക്ഷാപ്രവർത്തനം വൈകിയിരുന്നു. ഈ രക്ഷാപ്രവർത്തനം നേരത്തെ നടത്തിയിരുന്നുവെങ്കിൽ ബിന്ദുവിനെ ഇന്ന് ജീവനോടെ കണ്ടേനെ. ആ മക്കൾക്ക് ആ അമ്മയെ നഷ്ടമാവില്ലായിരുന്നു, ആ അമ്മയ്ക്ക് മകളെ നഷ്ടമാവില്ലായിരുന്നു. അതുമാത്രമല്ല, ബിന്ദുവിൻ്റെ ഭർത്താവ് അതുപോലെ തന്നെ അവരുടെ മക്കളുടെ കുടുംബത്തിൻ്റെ വേദനയൊക്കെ നമ്മൾ കണ്ടതാണ്. മകൻ ചോദിച്ച് കരയുന്നത് കണ്ടതാണ്. എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത് എന്നാണ്. അതെ, ഈ പാവപ്പെട്ട മനുഷ്യർ എന്ത് തെറ്റാണ് ചെയ്തത്? ഈ അനാസ്ഥയുടെ ഏറ്റവും വലിയ ഒരു ഇരയായി മാറിയിരിക്കുകയാണ് ബിന്ദു. അല്പസമയം മാത്രമേ ഉള്ളൂ ഇനി സംസ്കാര ചടങ്ങുകൾ നടക്കാനായിട്ട്. ഈ വീടിൻ്റെ അവസ്ഥ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വീട്ടിലേക്ക്, ഈ മെയിൻ റോഡിൽ നിന്ന് വീട്ടിലേക്ക് വരാൻ വേണ്ടി തന്നെ കുറച്ചധികം നടക്കേണ്ടതായിട്ടുണ്ട്. ഒരു 10-21 വയസ്സുകാരനായ ഒരു യുവാവ് തലമുറയിട്ട് കരഞ്ഞ് ചോദിക്കുമ്പോൾ അത് ഈ സമൂഹത്തിനോടുള്ള ചോദ്യമാണ്.